BJP 26 ലോക്സഭാ സീറ്റുകളുള്ള ഗുജറാത്തിൽ ഒരു സീറ്റ് പോലും തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് പോലും സീറ്റായി നൽകിയിട്ടില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്നാണ് ക്ഷത്രിയ നേതാക്കൾ പറയുന്നത്. നിരവധി ക്ഷത്രിയ രജപുത് സംഘടനകളുടെ നേതാക്കൾ വലിയ ഒരു കോൺക്ലേവ് പോലെ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നത് ഗുജറാത്തിൽ വലിയ തോതിൽ ഇത് ഏശിയിലെങ്കിൽ പോലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും രാജസ്ഥാന്റെ പല മേഖലകളിലും ഇത് ഇമ്പാക്റ്റായി വരും. അതോടുകൂടി BJPയുടെ ഗർവ് അടങ്ങും. BJPയുടെ മുന്നേറ്റത്തെ തടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. BJP അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകി എല്ലാ മതസ്ഥരെയും വലിയ രീതിയിൽ അവരെ മോഹിപ്പിക്കുന്ന ഒരു സംഗതിയാണ് കാണുന്നത്. ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയും ഹിന്ദുക്കളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും മറ്റ് മതസ്ഥരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെയാണോ നിങ്ങളുടെ ശ്രമം എന്ന വലിയ ചോദ്യം കോൺഗ്രസ് നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. ഹിന്ദു രാഷ്ട്രം എന്ന രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ദളിതർക്കും പിന്നോക്കക്കാർക്കും എന്താണ് സ്ഥിതി? നിങ്ങളുടെ അജണ്ട എന്താണ്? നിങ്ങൾ കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന ഡിറ്റർമിനേഷൻ എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ടാർഗറ്റ് എന്താണെന്ന് ജനങ്ങളോട് വെളിപ്പെടുത്തണം. നിങ്ങൾ ഈ ഹിഡൻ അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. നമുക്കറിയാം, ഗുജറാത്തിന്റെ കാര്യത്തിൽ ജിഗ്നേഷ് മെവാനി അടക്കമുള്ള നേതാക്കൾ കൃത്യമായി പറയുന്നുണ്ട്, തിരിച്ചുവരവ് വലിയ രീതിയിൽ അസാധ്യമാണ് എന്ന് കരുതുന്നിടത്താണ് ഞങ്ങൾ വിജയിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും ഞങ്ങളും തമ്മിലുള്ള സഖ്യം അത് വർക്കൗട്ട് ആവുക തന്നെ ചെയ്യും. 26 സീറ്റുകളും വാശിയേറിയ മത്സരം കാണാൻ കഴിയും. ഞങ്ങൾ സീറ്റുകൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 2014-ലും 2019-ലും ഒരു സീറ്റ് പോലും ഗുജറാത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞില്ല. 26 സീറ്റുകളും BJPയാണ് നേടിയെടുത്തതെന്നുള്ളത് ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് ഇത്തവണയും മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 182-ൽ 157 സീറ്റുകൾ നേടി BJP സമഗ്ര ആധിപത്യമാണ് നേടിയെടുത്തത്. അത് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളായി ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് അവിടെ മുന്നേറ്റം നടത്താനുള്ള സാധ്യത കുറവാണ്. എന്നാൽ പോലും അവിടെ പല മേഖലകളിലും ആം ആദ്മി വോട്ടുകൾ കൂടി കോൺഗ്രസിലേക്ക് എത്തുന്ന സാഹചര്യം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വലിയ രീതിയിലുള്ള ഇന്ത്യ മുന്നണി എന്ന ആശയം അതൊരു പക്ഷേ ഒരു മാറ്റത്തിലേക്ക് വന്നേക്കാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്.